ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതിൽ മെയിനായിട്ട് ഒരൊറ്റ ചേരുവ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു 5 മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളകും പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഈ മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ആവിയിലാണ് വേവിക്കേണ്ടത്. പാത്രം അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞാൽ നമുക്കിത് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ച് കുത്തി നോക്കിയാൽ വെന്തോന്ന് അറിയാനും വേണ്ടി പറ്റും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലെക്സും കൂടി 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ ഓരോ പീസും ആദ്യം ഈ ബാറ്ററിലും പിന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലൈറ്റ് ഗോൾഡൻ നിറമായാൽ നമുക്കത് കോരിയെടുത്തിട്ട് സോസ് കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്.